വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് OET. ഇന്ന് നമുക്ക് കണക്റ്റീവ്സിനെ കുറിച്ച് പഠിച്ചാലോ. OET റൈറ്റിങ്ങിൽ കണക്റ്റീവ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് ഒരുപാട് കണക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 3 to 4 കണക്റ്റീവ്സ് അതാണ് ശരിക്കും OET അനുവദിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ട് കണക്റ്റീവ്സ് എഴുതിയാലും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നമുക്ക് ഒത്തിരി മാർക്കൊന്നും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. ഇനി കണക്റ്റീവ്സ് ഇല്ലാതെ എഴുതിയാലും മാർക്ക് കുറയൊന്നുമില്ല കേട്ടോ. എന്നാലും ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന 4 കണക്റ്റീവ്സ് അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. യൂസ് ചെയ്യാൻ പാടില്ലാത്ത കണക്റ്റീവ്സും ഉണ്ട്, യൂസ് ചെയ്യാവുന്ന കണക്റ്റീവ്സും ഉണ്ട്. അതിൽ യൂസ് ചെയ്യാവുന്ന 4 കണക്റ്റീവ്സ് നമുക്കിന്ന് പഠിക്കാം. ആദ്യത്തെ കണക്റ്റീവ് ഹവവർ ആണ്. നമുക്ക് ഹവവർ യൂസ് ചെയ്യാവുന്ന ഒരു കണക്റ്റീവാണ് OET റൈറ്റിങ്ങിൽ. എങ്ങനെ യൂസ് ചെയ്യാം ഞാനൊരു സെൻറ്റൻസ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഷീ ഹാസ് മൊബിലിറ്റി ഇഷ്യൂസ്. ഹവവർ ഷീ ക്യാൻ വാക്ക് അപ്രോക്സിമേറ്റ്ലി 50 to 60 സ്റ്റെപ്സ്. അതായത് കണക്റ്റീവ്സ് നമുക്ക് ഒരു സെൻറ്റൻസിനിടയ്ക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അവൾക്ക് മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, എന്നിരുന്നാലും അവൾക്ക് ഒരു 50 to 60 സ്റ്റെപ്സ് അപ്രോക്സിമേറ്റ്ലി നടക്കാൻ പറ്റും. ഈ കണക്റ്റീവ് നമുക്ക് ഹവവർ നമ്മുടെ സെൻറ്റൻസിന് ഇടയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ആ സെൻറ്റൻസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് മൊബിലിറ്റി ഇഷ്യൂസ് ഫുൾ സ്റ്റോപ്പ്, ഹവവർ കോമ ഷീ ക്യാൻ വാക്ക് അപ്രോക്സിമേറ്റ്ലി 50 to 60 സ്റ്റെപ്സ്. ആദ്യത്തെ കണക്റ്റീവ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കണക്റ്റീവിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ദെയർഫോർ. ദെയർഫോർ എന്ന വാക്കിനർത്ഥം അതുകൊണ്ട് എന്നാണ്. ഇനി ദെയർഫോറും നമുക്ക് ഒരു സെൻറ്റൻസിന് ഇടയ്ക്കും യൂസ് ചെയ്യാം, ദെയർഫോർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് മൈൽഡ് ഫീവർ സെമികോളൻ ദെയർഫോർ കോമ ഷീ വാസ് കമൻസ്ഡ് ഓൺ പാരസിറ്റമോൾ. അവൾക്ക് മൈൽഡ് ഫീവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പാരസിറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ഇത് തന്നെ നമുക്ക് ദെയർഫോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതെങ്ങനെയെന്ന് നോക്കാം. ഷീ ഹാസ് മൈൽഡ് ഫീവർ ഫുൾ സ്റ്റോപ്പ് ദെയർഫോർ കോമ ഷീ വാസ് കമൻസ്ഡ് ഓൺ പാരസിറ്റമോൾ. രണ്ടാമത്തെ കണക്റ്റീവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ കണക്റ്റീവിലേക്ക് പോകാം. ഇൻ അഡീഷൻ. ഇൻ അഡീഷൻ നമുക്ക് ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇൻ അഡീഷൻ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പേഷ്യൻറ്റിന് ആ കണ്ടീഷനുണ്ട്, ഈ കണ്ടീഷനുണ്ട്, അങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷം അത് കൂടാതെ മറ്റ് 2 കണ്ടീഷനും കൂടി ഉണ്ട് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻ അഡീഷൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ അഡീഷൻ കോമ ഷീ ഹാസ് മൈൽഡ് ടെമ്പറേച്ചർ കോമ ഹൈ ബ്ലഡ് പ്രഷർ, അങ്ങനെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. നാലാമത്തെ കണക്റ്റീവ് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു കണക്റ്റീവാണ് ഫോർ വിച്ച്. ഫോർ വിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു സെൻറ്റൻസിനിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ഡയബറ്റീസ് മെൽറ്റസ് കോമ ഫോർ വിച്ച് ഷീ ടേക്സ് മെറ്റ്ഫോർമിൻ. ഇതാണ് നാലാമത്തെ കണക്റ്റീവ്. 4 കണക്റ്റീവ്സും യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോർ വിച്ച് വെച്ച് ഒരിക്കലും നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഫോർ വിച്ച് ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു കണക്റ്റീവാണ്. പിന്നെ നമ്മൾ 4 കണക്റ്റീവ്സിനെ കുറിച്ച് പഠിച്ചു. ഈ കണക്റ്റീവ്സ് നമുക്ക് നമ്മുടെ OET റൈറ്റിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.